നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലെൻഡറിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ബ്ലെൻഡർ സ്റ്റാർട്ട് ചെയ്യാത്തതെന്നുള്ളത്. അപ്പോൾ സത്യസന്ധമായ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലെൻഡർ അറിയില്ലായിരുന്നു. അത് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതല്ല അഭിപ്രായം മാറിയിട്ടുണ്ട്. ബ്ലെൻഡർ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ബ്ലെൻഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടെ നമുക്ക് ബ്ലെൻഡറിൻ്റെ പേജിൻ്റെ അകത്തേക്ക് കയറാം. നമ്മൾ ഒരുപാട് വീഡിയോസ് വേറെയും ചെയ്തിട്ടുണ്ടല്ലേ, എഡിറ്റിങ്ങിൻ്റെ ഒക്കെ അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസ് ഈ ഒരു പേജുകളിലൊക്കെ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ ബ്ലെൻഡറിൻ്റെ പേജിൽ വരിക. ഓക്കെ, ഇവിടെ ബ്ലെൻഡറിൻ്റെ ബേസിക് പേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ലിങ്കാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് ഒഫീഷ്യൽ പേജിലേക്കാണ് എത്തുന്നത്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഏതാണ്, അതായത് ഒ എസ് ഏതാണ്, വിൻഡോസ് ആണോ മാക് ആണോ ലിനക്സ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ തന്നെ മാക്കിൽ ഇൻറ്റലിൻ്റെ ഉണ്ട്, ആപ്പിൾ സിലിക്കണിൻ്റെ ചിപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. വിൻഡോസിലും അതേപോലെ തന്നെ പോർട്ടബിൾ ആയിട്ട് വേണമെന്ന് നോക്കാം. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി, ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലാതെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ ലിനക്സ് ആണോ സെലക്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ വെറുപ്പിക്കുന്നില്ല, നേരെ ഏതെങ്കിലും എന്താ വെച്ചാൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ മാക്കിൻ്റെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ഡൗൺലോഡ് ആവട്ടോ. ഏതാ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ്. നമുക്ക് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മുടെ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര പൈസ ആയിട്ട് ഡൊണേറ്റ് ചെയ്യാം. അവരെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ കാണുമല്ലേ. മാക്കിലാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോപ്പി പേസ്റ്റ്. വിൻഡോസിലാകുമ്പോൾ എങ്ങനെയാണ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ലോഞ്ച് പാഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ വന്നിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇന്റർഫേസ് ആണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുക. ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു മെനുവിലേക്ക് വരും. ഈ ഒരു മെനുവിൻ്റെ അകത്ത് നമുക്ക് ജനറൽ എഡിറ്റിംഗ് ആണോ, 3D ആനിമേഷൻ ആണോ, അല്ലെങ്കിൽ VFX ആണോ, വീഡിയോ എഡിറ്റിംഗ് ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊക്കെ ഒന്ന് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് നേരെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കാം മൗസിന്റെ. അപ്പോൾ അതങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്റർഫേസ്. ഈ ഒരു ഇന്റർഫേസ് വരെ എല്ലാവരും എത്തിയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ നമ്മുടെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നെ എഡിറ്റിംഗിലേക്ക് പോകുക എന്നുള്ളതല്ല. നമുക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞു പോവാം. അപ്പോൾ ഓരോ ക്ലാസ്സും മിസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വ്യൂ പോർട്ടിൽ, നമ്മൾ ഈ കാണുന്ന വ്യൂ പോർട്ടിന് പറയുന്ന പേരാണ് പെർസ്പെക്റ്റീവ്. അതായത് 3D ആയിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറച്ചൊക്കെ വെച്ച് കാണാൻ പറ്റും ഈ പെർസ്പെക്റ്റീവില്. സാധാരണ ഒരു മായ, മാക്സ്, സിനിമ 4D, അൺറിയൽ എഞ്ചിനിലൊക്കെ തന്നെ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ നമുക്ക് കിട്ടില്ല ഇതേപോലെ. പക്ഷേ ഈ ബ്ലെൻഡറിന്റെ അകത്ത് അങ്ങനെയല്ല വരുന്നത്. ലെഫ്റ്റ് ക്ലിക്കും അല്ല, റൈറ്റ് ക്ലിക്കും അല്ല, മിഡിൽ ബട്ടൺ ആണ്. മൗസിന്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഒരു 360 ഡിഗ്രിയിലുള്ള വ്യൂ കിട്ടും. ഇതിന് വരെ നമുക്കൊന്ന് പാൻ ചെയ്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലേക്കോ മേലേക്കോ താഴേക്കോ മാറ്റി വെക്കാനാണെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിഡിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട്, അതായത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പാൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ട ഒരു മൂവ്മെന്റ് അല്ലേ. ഇനി വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ബട്ടൺ, മാക്കിലാകുമ്പോൾ കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം മൗസിന്റെ മിഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും മൗസിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സൂമിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. അതേപോലെ ഈ ഹാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പാനിങ്ങിന് ആ ഒരു സംഭവമാണ് കിട്ടുക. അപ്പൊ നമുക്ക് മിഡിൽ മൗസ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഐക്കൺസ്, അതായത് XYZ കണ്ട ഇവിടെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വ്യൂ പോർട്ടാണ് കിട്ടേണ്ടതെന്നുള്ളത് നോക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മൊത്തത്തിൽ മാറി മറയും. അതേപോലെ X ആണ് കണ്ട X ക്ലിക്ക് ചെയ്യുക, Y ആണ് Y, Z ആണ് Z, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട വ്യൂ പോർട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻ ആക്കില്ല, നമുക്ക് ആ മിഡിൽ മൗസ് ബട്ടൺ തന്നെ മതിയില്ലേ. ഐക്കൺ ഇവിടെ കാണാൻ പറ്റില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ആരോ മാർക്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ Z ആക്സിസ് കൂടെ കാണാൻ പറ്റും. അവിടെ Z ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ടേക്ക് ഉണ്ട് ഒരു നീല ആരോ പുതിയതായിട്ട് വന്ന്, ഓൾറെഡി ഇവിടെ നമുക്ക് പച്ചയും ചുവപ്പും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ആ ഒരു നീലയും കൂടി ഓൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്യുക. ഇതിപ്പോ എന്താണ്, ഇത് നീളവും വീതിയും ഉയരവും ആണ്. സത്യം പറഞ്ഞാൽ ഡയമെൻഷൻസ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ 3 ഡയമെൻഷനിൽ പറയുമ്പോൾ നീളം, വീതി, ഉയരമാണ് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൂൾസിനെ പരിചയപ്പെടാം. ഈ ഒരു ടൂൾ കണ്ടോ, ഒരു പ്ലസ് ബട്ടൺ പോലത്തെ ഒരു ടൂള്. ഈ ടൂളാണ് മൂവ്മെന്റ്, അതായത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വെക്കാനുള്ള ടൂളാണ്. ഇതിന്റെ ഷോർട്ട് കട്ട് G ആണ്. ഞാൻ അടിക്കുന്ന ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ പുതിയൊരു ആരോ മാർക്ക് വന്നാൽ കണ്ടോ, ഒരു 3 ഡയമെൻഷണൽ ആരോ മാർക്ക്. ഇതിന് പറയുന്ന പേരാണ് പിവറ്റ് എന്നല്ല. ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ സ്ഥാനം മാറ്റാം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കൊടുക്കാം കേട്ടോ. പിന്നെ റൈറ്റിലോട്ട്, അതായത് ലൊക്കേഷൻ ചേഞ്ച്, സ്പേസ് ചേഞ്ച് എന്ത് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇവിടെ നിന്ന് മാറ്റി വെക്കാമെന്ന് ചുരുക്കി പറയാം. അപ്പോൾ ആ ഒരു Y ഡയമെൻഷനിൽ പറയുമ്പോൾ പച്ച, അതുപോലെ X ഡയമെൻഷനിൽ ചുവപ്പ്, Z ഡയമെൻഷനിൽ നീല. അപ്പോൾ മുന്നോട്ടേക്ക്, ബാക്കോട്ടേക്ക്, താഴേക്ക്, മേലേക്ക്, പിന്നെ അങ്ങോട്ട് ലെഫ്റ്റ്, റൈറ്റ്, ഇത്രയാണ് മൂവ്മെന്റ് വരുന്നത് അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യണം നമുക്കൊരു നിർബന്ധവും ഇല്ല. ഈ കറക്റ്റ് ഈ ആക്സിസിലൂടെ തന്നെ
നമുക്ക് വേണമെങ്കിൽ ആ ഒരു പിവോട്ടിന്റെ കറക്റ്റ് സെന്റർ പോയിന്റിൽ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് വേണമെങ്കിലും എടുത്ത് വെക്കാം. അടുത്തൊരു മെയിൻ ടൂളാണ് റൊട്ടേഷൻ ടൂൾ. ഇതിന്റെ ഷോർട്ട് കട്ട് 6 ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യൂബിന് ചുറ്റും ഒരു വലയം പോലെ വന്നു അല്ലേ, റെഡ് ഗ്രീന് ബ്ലൂ എന്ന് പറഞ്ഞ വലയങ്ങൾ. അപ്പൊ ഇത് ഏത് ഡയമെൻഷനിലാണോ കറക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഈ ഒരു വലയത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, മീൻസ് ആ ഒരു സർക്കിൾ കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചും മറച്ചു എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷന് സ്കെയിലിംഗ് ആണ്. ഇതൊക്കെ ജസ്റ്റ് പറയാവുന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. സ്കെയിലിംഗിന്റെ ഷോർട്ട് കട്ട് ഇതിൽ എസ് ആണ് വരുന്നത് കേട്ടോ. എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്യാം. അതുപോലെ എസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം കേട്ടോ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ റൊട്ടേഷന്, ലൊക്കേഷന്, അതുപോലെ സ്കെയിലിംഗ് ഒക്കെ മാറ്റിയിട്ട് പഴയപടി എങ്ങനെയാണോ ഇവനുണ്ടായ ഡിഫോൾട്ട് പൊസിഷനിലേക്ക് വരുത്തണം. എന്താ ചെയ്യുക? അതിനുവേണ്ടി നമുക്ക് ഇവന്റെ ഡീറ്റെയിൽസ് പാനലിലേക്കാണ് പോകേണ്ടത്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഒരു പാനൽ കാണാൻ പറ്റും. ഇതാണ് ഔട്ട്ലൈനർ എന്ന് പറയും. ഔട്ട്ലൈനർ തൊട്ട് താഴെയായിട്ട് ഇതായി കാണുന്നതാണ് ഡീറ്റെയിൽസ് പാനൽ. ഇവിടെയാണ് ക്യൂബിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക കേട്ടോ. അതിന്റെ ലൊക്കേഷന്, സ്കെയില്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ ടെക്സ്ചർ, മെറ്റീരിയൽ അപ്ലൈ ചെയ്യേണ്ട, അങ്ങനെ റെൻഡർ ചെയ്യാനുള്ള സെറ്റിംഗ്സ്, ഒരുപാട് സെറ്റിംഗ്സുകൾ കിടക്കുന്ന ഈ ഏരിയയിലാണ് കേട്ടോ. ഈ കാണുന്ന ഏരിയയിൽ ഇതിൽ തന്നെ ഈ ഒരു ഓറഞ്ച് കളർ കണ്ടാവും, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു മോഡ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്താണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന മെഷിന്റെ, അതായത് ഈ ഒരു ക്യൂബ് ഒബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ, റൊട്ടേഷൻ ഒക്കെ ഇത് കണ്ടോ, ഇത് വലിയൊരു ഏരിയയിലാണ് കേട്ടോ ഇത് കിടക്കുന്നത്. ഈ വലിയൊരു ഏരിയന്റെ അകത്ത് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് ഇയാൾ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു പോയിന്റുകളാണ് ലൊക്കേഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ റൈറ്റിൽ കാണുന്ന വാല്യൂസ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുക ജസ്റ്റ്. എന്നിട്ട് ഈ ഓറഞ്ച് കളറിലെ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ റൈറ്റിൽ കാണുന്ന വാല്യൂസ് ഉണ്ടോ, ഇത് റൊട്ടേഷനും അതുപോലെ സ്കെയിലിംഗ് ഒക്കെ മാറുന്നതൊക്കെ ഞാൻ ഇതിന്റെ പൊസിഷൻ മാറ്റാൻ പോവാണ്. അപ്പൊ അവിടെ നോക്കിക്കോട്ടോ, ഈ വാല്യൂസ് മാറുന്നു നോക്കിക്കോ, കണ്ടോ വാല്യൂസ് ഒക്കെ മാറുകയാണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ മാറുകയാണ്, അതിന്റെ ഒരു പൊസിഷന് മാറുകയാണ്. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കോ, ഞാൻ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ലോക്ക് ബട്ടൺ ഇല്ലേ, എക്സ് ആക്സിസിന്റെ ലോക്ക് ബട്ടൺ ഒന്ന് ലോക്ക് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ലോക്ക് ആവും. ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ എക്സ് ആക്സിസ് കണ്ടോ, ആ ചുവന്ന കളറിലൂടെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഈ ഒരു ഒബ്ജക്റ്റ് ഇനി മൂവ് ആവില്ല അവിടെ ലോക്ക് ആയി കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. അതേപോലെ 3 ആക്സിസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് അവിടെ നിന്ന് എങ്ങോട്ടേക്കും മൂവ് ആവില്ല, അവിടെ ഫിറ്റ് ആയി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ. അതായത് എക്സ് ആക്സിസ് ആണ് ലോക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ് ആക്സിസിൽ പിന്നെ മൂവ്മെന്റ് ഉണ്ടാവില്ല, വൈ ആക്സിസിലും സി ആക്സിസിലും മാത്രമേ ഇത് മൂവ് ആവുള്ളൂ. മീൻസ് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പോവില്ല, റൈറ്റ് ലെഫ്റ്റ് അപ്പ് ഡൗൺ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കില്ലേ. സിമ്പിൾ അല്ലേ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഈ സി ആക്സിസ് മാത്രം ഞാൻ അൺലോക്ക് ചെയ്യാണ്. ഇപ്പൊ എക്സും വൈയും ലോക്കാണ് അല്ലേ. അപ്പൊ അങ്ങോട്ടേക്കും ഒന്നും ഇത് പോകില്ല, ആകെ ഇതിന് ഒരു മൂവ്മെന്റ് ഉള്ള മേലേക്കും താഴേക്കും മാത്രമാണ്. 1 ഡയമെൻഷൻ, 1D എന്ന് പറയും. 1 ഡയമെൻഷനിൽ മാത്രമേ ഇതിന് മൂവ്മെന്റ് ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഡിഫോൾട്ട് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകണം അല്ലേ. ആദ്യം എവിടെയാണ് ഉണ്ടായത് ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ, ഈ വാല്യൂ ഇല്ലേ, ഈ വാല്യൂവിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റീസെറ്റിന്റെ ബട്ടൺ കാണാൻ പറ്റില്ലേ, റീസെറ്റ് ഓൾ ടു ഡിഫോൾട്ട് വാല്യൂ എന്നാണ് അത് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒക്കെ 0ലേക്ക് മാറി. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടേക്ക് എത്തി, ഈ ഒരു ഏരിയയുടെ, അതായത് ഈ ഒരു വേൾഡിന്റെ സെന്ററിലോട്ട് എത്തി, 0ലേക്ക്. ഇവന് എവിടെയില്ല, ഏറ്റവും നടുക്കെത്തി. ഇനി ഇതേപോലെ തന്നെ റൊട്ടേഷൻ മാറ്റാൻ പറ്റും. റൊട്ടേഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് ഓൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ അവന്റെ എന്താ പറയാ, റൊട്ടേഷനും മാറി, ഡിഫോൾട്ട് ആയി അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് 0 കൊടുക്കുകയും ചെയ്യാം കേട്ടോ. മാനുവലി ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാല്യൂ മാറ്റാൻ പറ്റും. ഇതേപോലെ സ്കെയിലും മാറ്റാൻ പറ്റും കേട്ടോ. സ്കെയിൽ ഇപ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിലല്ലേ കിടക്കുന്നത്, കറക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, 0 ആക്കുക. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ട്, അവിടെ കൊണ്ടുവെക്കുക. ഒന്നും ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മൗസ് അതിന് മുകളിൽ കൊണ്ടുവെക്കുക. ബാക്ക് സ്പേസ് ബട്ടൺ അല്ലേ നമ്മുടെ കീബോർഡിൽ, ബാക്ക് സ്പേസ് ബട്ടൺ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വാല്യൂ നമുക്ക് മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കെയിലിംഗ് ഒക്കെ മാറ്റാം. ഇപ്പൊ ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 10 സെന്റിമീറ്ററിൽ ഇത് നീളത്തിൽ വന്നു അല്ലെ, 10 സെന്റിമീറ്റർ വീതിയും വന്നു. ഇനി ഹൈറ്റ് 10 സെന്റിമീറ്റർ ഒക്കെ എന്ത് ചെയ്യണം, ഈ ആക്സിസിൽ 10 കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാനുവലി നമുക്ക് ലൊക്കേഷനും സ്കെയിലിംഗും റൊട്ടേഷനും ഒക്കെ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളെ ക്യൂബിനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബോറടി തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാൻ എന്താ ചെയ്യാന്ന് അറിയോ, ഈ മെറ്റീരിയൽ ഇല്ലേ ഇതൊന്നും എടുത്തിട്ട് നമുക്ക് ഇതിനൊരു കളർ കൊടുത്തു നോക്കാം ആദ്യം അല്ലേ. അപ്പോൾ ഇതൊന്നും ബേസിക്കലി പറയേണ്ട കാര്യങ്ങളല്ല, എന്നാലും നമ്മൾ സ്പീഡിലായിട്ട് കുറച്ചങ്ങ് പോകാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നേരത്തെ പറഞ്ഞ പോലെ ഇനി കുറെ ടൂൾസ് ഉണ്ടാക്കാൻ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പൊ തൽക്കാലം ബോറടി മാറ്റാൻ നമുക്ക് ഇതിനൊരു കളർ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ മെറ്റീരിയലിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഈ മെറ്റീരിയലിന്റെ അകത്തായിട്ട് നമുക്ക് ബേസ് കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിന്റെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും, ഇവിടെയാണ് നമുക്ക് കളർ മാറ്റേണ്ടത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളർ വീൽ അപ്പിയർ ആവും. കളർ വീലിന്റെ അകത്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് മൗസ് കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ബ്ലൂ അല്ല, ഇതിനെന്താ പറയുക, ടീൽ അല്ലേ, ടീൽ എന്ന് പറഞ്ഞ ഒരു കളർ സെലക്ട് ചെയ്യാൻ പോവാണേ. ആ ടീൽ എന്നുള്ള കളർ
ടീലാണെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങനെ പറയാം. അതങ്ങ് സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കളർ മാറ്റി. പക്ഷേ ക്യൂബിന്റെ അത് കളർ മാറിയില്ല അല്ലേ? ഇനി ഇതിന്റെ അകത്ത് കൂടുതൽ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും തെരഞ്ഞു പോകണ്ട. അതെന്താ കളർ മാറാത്തതെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ കിടക്കുന്നത് ഒരു ഷെയ്ഡേഴ്സ് മോഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡിങ്ങിന്റെ ഒരു മോഡിലാണ്. കണ്ടോ? ഷെയ്ഡിംഗ് എന്ന് പറഞ്ഞൊരു മോഡിലാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഗ്രേ സ്കെയിൽ മാത്രമേ കാണാൻ പറ്റൂ, അതായത് കറുപ്പ്, വെള്ള, ഇതിന്റെ ഇടയിലുള്ള കളറുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ഐക്കണിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ഐക്കൺ കണ്ടോ? ആ ഐക്കണാണ് വയർ ഫ്രെയിം മോഡ് എന്ന് പറയാം. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബിനെ തുളഞ്ഞ് കാണാൻ പറ്റും, അതായത് അതിന്റെ എഡ്ജുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. എഡ്ജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വര കണ്ടോ? ഏത് കോർണറിൽ കൂടെ പോകുന്ന വരകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ? ഈ കോർണറുകൾ പോണ വര എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ മൂലകൾ തമ്മിൽ, അതായത് വേർട്ടെക്സുകൾ എന്ന് പറയും. ഇത് നമ്മൾ കൂടുതൽ പറയാം കേട്ടോ. ആ വേർട്ടിക്കൽസ് ഈ വേർട്ടെക്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് എഡ്ജുകൾ. ഓക്കെ അല്ലേ? ആ എഡ്ജുകൾ കൂടിയിട്ട് ഫേസ് ഉണ്ടാവും, ഫേസുകൾ കൂടിയിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മോഡലിംഗ് ചെയ്യുന്ന സമയത്തിനെ പറ്റി കൂടുതൽ പറയാം അല്ലേ? ഇപ്പൊ ഇത്രയും മനസ്സിലായി. ഇത് വയർ ഫ്രെയിം മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. ആ മോഡ് ഇതാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല വിശദമായിട്ട് പറയാനുള്ള ഒരു ഏരിയ തന്നെയാണത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മോഡ് നോക്കാം. ഈ ഷെയ്ഡേഴ്സിന് തൊട്ട് റൈറ്റിലായിട്ട് കാണുന്ന ഈ ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ? ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ, അതായത് ആ ഒരു ബ്ലൂ കളർ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്നാലും എന്താ പറയാ, ശരിക്കുള്ള ഔട്ടല്ല ഇതിൽ കാണുന്നത്. ഓക്കെ, ഇനി അതിന് തൊട്ടപ്പുറമായിട്ട് ശരിക്ക് ഈ ഒരു സംഭവം ഔട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നേരം കണ്ടോ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി. അവിടെ ഒരു ബ്ലൂ വന്നു, ഇവരൊരു ബ്ലാക്ക് വന്നു. അതായത് 3D ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ്. ഈ ഭാഗത്തൊരു നീല കൂടുതലുണ്ട്, ഈ ഭാഗത്തേക്ക് ലൈറ്റ് നീലയാണ് അല്ലെ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നുണ്ടോ? ഈ ഒരു ഐക്കൺ ഉണ്ട് ഇവിടെ, ഇവനാണ് ലൈറ്റ്. ഈ ലൈറ്റിന്റെ പൊസിഷൻ മാറുന്ന നേരം കണ്ടോ, ലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് ലൈറ്റ് ആയിട്ട് കാണുന്നത്, ലൈറ്റ് ഇല്ലാത്ത ഭാഗം ഡാർക്ക് ആയിട്ട് കാണുന്നുണ്ട് അല്ലെ? അപ്പോൾ ഈ ലൈറ്റിന്റെ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ ഒരു മോഡിനാണ് നമ്മൾ റെൻഡറിങ് മോഡ് എന്ന് പറയാം. ഈ റെൻഡറിങ് മോഡിന്റെ അകത്ത് നമ്മൾ ഫൈനൽ ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ഇതാണ് റെൻഡറിങ് ഔട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ പറയാൻ പോകുന്ന റെൻഡർ ചെയ്ത് ഫൈനൽ ഔട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു തുടക്കക്കാരന് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ട്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പറയും. ഇപ്പൊ തന്നെ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാലും 12 മിനിറ്റ് അത്യാവശ്യം ഒരു മാന്യന് ബോറടിക്കാനുള്ള സമയമായി, പ്രത്യേകിച്ച് എന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അല്ലെ? അപ്പോൾ അടുത്തൊരു പാട്ടിന്റെ അത് നമ്മൾ ഒരു തുടക്കക്കാരന് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ, ഇമേജിനെ ഔട്ട് അല്ലെ വീഡിയോ ഔട്ട് എടുക്കാന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പറഞ്ഞു പോകട്ടോ. ഇത് ജസ്റ്റ് ഒരു ട്രെയിൻ പോകുമ്പോൾ ഷപ്പേന്ന് പറഞ്ഞു പോയതാണ്. ഇതിനകത്ത് ഒരുപാട് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പാട്ട് മസ്റ്റ് ആയിട്ട് ഇനി മുന്നുള്ള പാട്ടുകൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തില്ല, അതിൽ കയറി കാണാം. ഇനി പ്ലേലിസ്റ്റിലും ഇടാം. ഈ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് അടുത്ത പാട്ടും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോ എന്താ പറയാ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.